ആരെങ്കിലും നമ്മേക്കാൾ മികച്ചതാകുമ്പോൾ നമുക്കകത്ത് പൊള്ളുന്ന ഒരു വികാരം വരുന്നുണ്ടോ? ആ പൊള്ളുന്ന വികാരം നിങ്ങളെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നുണ്ടോ? ആ അസ്വസ്ഥത ഞാനെന്തിനാ പിന്നിലായതെന്ന ചോദ്യത്തിലേക്കും നയിക്കുന്നുണ്ടോ? അതാണ് അസൂയ. അസൂയ തീ വിറകിനെത്തുന്നും പോലെ അത് നമ്മുടെ നന്മയെ തിന്നുകൊണ്ടേയിരിക്കും. പ്രതിഭ നല്ലൊരു ടീച്ചറാണ്. അവരുടെ ജോലി അവൾക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ദിവസമാണ് കാലങ്ങളായി നല്ലവണ്ണം പരിശ്രമിച്ചു കൊണ്ടിരുന്ന തൻ്റെ കൂട്ടുകാരിയായ ടീച്ചർക്ക് ഒരു പുരസ്കാരം കിട്ടി. അവളുടെ പ്രവർത്തനങ്ങൾ അത്ര മികച്ചതൊന്നുമല്ല. പിന്നെ എങ്ങനെ അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചു? ഇതായിരുന്നു പ്രതിഭയുടെ ആദ്യ പ്രതികരണം. ഈ പ്രതികരണത്തോടെ പ്രതിഭയുടെ മനസ്സിൽ അസൂയ വളരാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാരിയായ അനിതയെ കാണുമ്പോൾ തന്നെ അവർക്ക് മാനസികമായ അസ്വസ്ഥത വരാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെയായി. അവരുമായി ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഉറക്കം കുറഞ്ഞു. ആ ഉറക്കം കുറഞ്ഞത് കാരണം തലവേദനയും മാനസിക അസ്വസ്ഥതയും ക്ഷീണവും തുടങ്ങി. മാത്രമല്ല ആത്മവിശ്വാസം കുറയാൻ തുടങ്ങി. സ്വന്തം വളർച്ച മുരടിക്കാനും തുടങ്ങി. ഇങ്ങനെ മാനസിക പ്രയാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ ഫോർമുല എന്ന സെമിനാറിൽ അവർ പങ്കെടുക്കാനിടയായത്. ആ സെമിനാറിൽ ഞാൻ പറയുകയുണ്ടായി, അസൂയ എന്നത് മറ്റൊരാളുടെ വിജയം ചുമക്കുന്ന നമ്മുടെ ദുർബലതയാണ്. ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ അസൂയയാണ് എന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ അവർക്ക് മനസ്സിലായപ്പോൾ അവർ തൻ്റെ അസൂയയെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ ഫോർമുലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന നിരവധി ടെക്നിക്കിലൂടെ അവർ അവരുടെ അസൂയയെ അവരുടെ മനസ്സിനകത്തിൽ നിന്ന് ഇല്ലാതെയാക്കി. ഇപ്പോൾ പ്രതിഭ പറയുന്നത്, മറ്റൊരാളുടെ വിജയം കണ്ട് ഞാൻ എന്തിന് അസ്വസ്ഥയാവണം? എൻ്റെ ഗ്രോത്ത് എൻ്റെ സമയത്ത് വരും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അസൂയ മനസ്സിനകത്ത് സൂക്ഷിച്ചു വച്ചാലും അതിൻ്റെ വിഷം അനുഭവിക്കുന്നത് നാമാണ്. മനസ്സിൻ്റെ ശരിയായ ട്രെയിനിങ്ങിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും. താങ്ക് യു.